ഒരിടത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ 2 പൂച്ചക്കള്ളന്മാർ താമസിച്ചിരുന്നു. അവർ 2 പേരും എല്ലാ ദിവസവും ഒരു വീട്ടിൽ മോഷ്ടിക്കാനായി പോകുമായിരുന്നു. എന്നാൽ അവർ വാതിലിൻ്റെ മുമ്പിലെത്തുമ്പോൾ അവിടുത്തെ പൂവൻകോഴി ഉച്ചത്തിൽ കൂവി വീട്ടുകാരെ വിളിച്ചുണർത്തും. 2-3 ദിവസം ഈ പതിവ് തന്നെ തുടർന്നു. അവർ വരുമ്പോഴൊക്കെ പൂവൻകോഴി പുറത്തിറങ്ങി ഉച്ചത്തിൽ കൂവി വിളിക്കും. വീട്ടുകാർ വന്ന് പൂച്ചക്കള്ളന്മാരെ അടിച്ചോടിക്കുകയും ചെയ്യും. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആ കാട്ടുകോഴിയെ അടിച്ചോടിക്കണം. ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് തന്നെ ശാപ്പിടാം, കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു. എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ട് മതി ഇനി ആ വീട്ടിൽ പോകുന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവർ പിന്നെയും ആ വീട്ടിൽ തന്നെ മോഷണത്തിനായി എത്തി. പതിവ് പോലെ പുറത്തേക്ക് വന്ന പൂവൻകോഴി ഉച്ചത്തിൽ കൂവി വിളിച്ചു. കള്ളന്മാർ ആകെ പേടിച്ചു. എന്നാൽ ആരും പുറത്തേക്കിറങ്ങി വന്നില്ല. അന്നേ ദിവസം ആ വീട്ടിലെ ആളുകൾ എവിടെയോ പോയതായിരുന്നു. ഹഹഹാ, പൂച്ചകൾ ചിരിച്ചുകൊണ്ട് കോഴിയുടെ മുന്നിലേക്ക് എടുത്തു ചാടി. ഇന്ന് നിന്റെ കഥ കഴിഞ്ഞത് തന്നെ. ഇവിടെ വാടാ കള്ളക്കോഴി. പൂച്ചകളിൽ ഒരുവൻ അവനെ പിടിച്ചു. കോഴിയെ അവർ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കിടക്ക്. പൂച്ചക്കള്ളൻ കോഴിയെ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അയ്യോ, എന്നെ കൊല്ലരുതേ, എന്നെക്കൊണ്ട് മനുഷ്യർക്ക് ഗുണമുണ്ട്. അവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത് ഞാനാണ്. കോഴിപ്പൂവൻ താണു കേണപേക്ഷിച്ചു. ഹഹാ, അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഇന്ന് കൊന്നു തിന്നാൻ പോകുന്നത്. ഒരു പൂച്ചക്കള്ളൻ അവൻ്റെ മേൽ ചാടി വീണു. ഒരാളുടെ സദ്ഗുണങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കണമെന്നില്ല.